18 ഹരിക്കണം 2 കൂട്ടണം 4 ഗുണിക്കണം 0 കൂട്ടണം 3 കുറക്കണം 2. നമുക്കിത് ബോർഡ് മാസ് വെച്ച് ചെയ്യണം. എന്താ ബോർഡ് മാസ്? ബി ബ്രാക്കറ്റ്. ഇതിൽ ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം. ഇതാണ് ബ്രാക്കറ്റ്. അപ്പോൾ ബ്രാക്കറ്റ് താഴ്ത്തി ചെയ്യുക. ബ്രാക്കറ്റിൽ എന്താണ്? 18 ഹരിക്കണം 2 ആണ്. 18 2 കൊണ്ട് ഹരിച്ചാൽ 9. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ചെയ്തു. പിന്നെ ഓഫാണ്. ഇതിലില്ല, ഓഫില്ല അല്ലേ? അപ്പോൾ അതുമായി. പിന്നെ ഡിവിഷനാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് ബ്രാക്കറ്റ് ആദ്യം ചെയ്യുകയാണ്. ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡിവിഷൻ വന്നുകൊണ്ട് അത് ചെയ്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ബാക്കി ഈ മൾട്ടിപ്ലിക്കേഷൻ ഇതാണ്. അപ്പോൾ +2 ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 0 നമുക്കറിയാം 0. ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഗുണിച്ചാൽ 0 ആണ്. ബാക്കിയൊക്കെ അതുപോലെ എഴുതും. +3 -2. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനുമായി. ഇനി അഡീഷൻ സബ്ട്രാക്ഷനുമാണ്, കൂട്ടലും കുറയ്ക്കലും. അത് ഏതെങ്കിലും ആദ്യം ചെയ്യാം. ഇത് തമ്മിൽ കൂട്ടുക. 0 കൊണ്ട് കൂട്ടിയാൽ മാറ്റം വരില്ലല്ലോ. 9 0 കൂട്ടിയാൽ മാറ്റം വരില്ല, 9 തന്നെയാണ്. അപ്പോൾ 9 3 കൂട്ടിയാൽ 12. പിന്നെ കുറയ്ക്കണം 2. 12 2 കുറച്ചാൽ ഉത്തരം 10. 2 ട്രെയിനുകളുടെ നീളങ്ങൾ യഥാക്രമം 150 മീറ്റർ 250 മീറ്റർ. അവയുടെ വേഗതകൾ 72 km/മണിക്കൂർ 54 km/മണിക്കൂർ. ഈ ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ എത്ര സമയത്തിനുള്ളിൽ ആദ്യ ട്രെയിൻ രണ്ടാം ട്രെയിനിനെ മറികടക്കും? നമുക്ക് ആദ്യം ദൂരം കാണാം. ദൂരം എന്ന് പറയുന്നത് 2 ട്രെയിനുകളുടെയും നീളങ്ങളുടെ തുക. ദൂരം 2 ട്രെയിനുകളുടെയും നീളങ്ങളുടെ തുക. 2 ട്രെയിനിൻ്റെ നീളം തന്നിട്ട് 2 കൂടി കൂട്ടുക. 250 150 കൂട്ടിയാൽ 400. ദൂരം 400 മീറ്റർ. നമ്മൾ എന്ത് ചെയ്തു? ട്രെയിനുകളുടെ നീളങ്ങൾ തമ്മിൽ കൂട്ടി. ഇനി നമുക്ക് വേഗത എന്ന് പറയുന്നത്, വേഗതകൾ 2 വേഗതകൾ തന്നിട്ടുണ്ട്. ഈ ട്രെയിനുകൾ ഒരേ ദിശയിൽ പോകുമ്പോൾ വേഗതകൾ തമ്മിൽ കുറയ്ക്കണം. ട്രെയിനുകൾ ഒരേ ദിശയിലാണെങ്കിൽ വേഗതകൾ തമ്മിൽ കുറയ്ക്കണം. വിപരീത ദിശയിലാവുമ്പോൾ വേഗതകൾ തമ്മിൽ കൂട്ടണം. വിപരീത ദിശയിലാണ് ട്രെയിനുകൾ സഞ്ചരിക്കുന്നതെങ്കിൽ വേഗതകൾ തമ്മിൽ കൂട്ടണം. ഇവിടെ ഒരേ ദിശയിലാണ്, വേഗതകൾ കുറയ്ക്കുക. 72 54 കുറയ്ക്കുക അല്ലേ? 72 -54 എത്ര വരും? 18 വേഗതയാണ് km/മണിക്കൂർ. ഇനി നമ്മൾ യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. ഇവിടെ മീറ്ററാണ്, ഇത് കിലോമീറ്ററാണ്. ഒരേ യൂണിറ്റ് ആവണം. ഇത് മീറ്ററാണ് കിലോമീറ്ററാണ്, ഒരേ യൂണിറ്റ് ആവണം. km/മണിക്കൂറിനെ നമ്മൾ 18 അല്ലേ ഇൻറ്റു 5/18 എന്ന കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5/18 എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഇതെന്തായി മാറും? മീറ്റർ/സെക്കൻഡ് ആവും. 18 വെട്ടിപ്പോയിട്ട് 5. ഇപ്പം എന്തായി യൂണിറ്റ്? മീറ്റർ/സെക്കൻഡ്. അതായത് km/മണിക്കൂർ എന്ന യൂണിറ്റിനെ മീറ്റർ/സെക്കൻഡ് ആക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക? 5/18 കൊണ്ട് ഗുണിക്കുക. ഇപ്പം യൂണിറ്റ് എന്തായി? ഇവിടെ യൂണിറ്റ് മീറ്ററാണ്, ഇതിന് യൂണിറ്റ് മീറ്ററായി. ദൂരവും വേഗത അറിയാം. നമുക്ക് എത്ര സമയത്തിനുള്ളിലാണ്? സമയം കാണണം അല്ലേ? സമയം കാണാൻ എന്താണ്? ദൂരം ബൈ വേഗത. വില കൊടുക്കുക. ദൂരം എത്രയാണ്? 400 വേഗത എത്രയാണ്? വേഗത 5 അല്ലേ? ഇത് ഹരിക്കുമ്പോൾ ഇത് 5 ആണ്. 5 ഹരിക്കുമ്പോൾ 8 5 40 ഒരു 0 80 എന്ന് വരും. സമയത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് എന്താണ്? ഇത് സെക്കൻഡാണ്. നമ്മൾ km/മണിക്കൂറായിരുന്നു, പക്ഷേ അതിന് മാറ്റം വരുത്തിയല്ലോ. അപ്പോൾ സമയത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. 80 സെക്കൻഡ്. 80 സെക്കൻഡ് പറഞ്ഞാൽ എന്താ? 60 + 20. 60 സെക്കൻഡും 20 സെക്കൻഡും അല്ലേ? 60 സെക്കൻഡ് + 20 സെക്കൻഡ്. 60 സെക്കൻഡ് 1 മിനിറ്റ് ആണല്ലോ. അപ്പോൾ എന്താ അർത്ഥം? 1 മിനിറ്റും 20 സെക്കൻഡും വേണം എന്ത് ചെയ്യാൻ? ആദ്യ ട്രെയിൻ രണ്ടാം ട്രെയിനിനെ മറികടക്കാൻ. കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട ബസ് 60 km/മണിക്കൂർ വേഗത്തിൽ 45 മിനിറ്റ് കൊണ്ട് എറണാകുളത്ത് എത്തി. ബസ് സഞ്ചരിച്ച ദൂരം കാണുക. നമുക്ക് വേഗത തന്നിട്ടുണ്ട് 60 km/മണിക്കൂർ. വേഗത തന്നിട്ടുണ്ട് എത്രയാണ്? 60 km/മണിക്കൂർ. സമയം തന്നിട്ടുണ്ട് 45 മിനിറ്റ്. സമയം സമം 45 മിനിറ്റ്. ഇവിടെ വ്യത്യാസം എന്താണ്? യൂണിറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം. കണക്ക് ചെയ്യുമ്പോൾ ഇവിടെ വേഗതയുടെ ഇവിടെ 60 km/മണിക്കൂർ. ഇവിടെ സമയത്തെ സൂചിപ്പിക്കുന്ന മണിക്കൂറാണ്, ഇവിടെ സമയത്തെ സൂചിപ്പിക്കുന്ന മിനിറ്റാണ്. ഇവിടെ സമയത്തെ സൂചിപ്പിക്കുന്ന മണിക്കൂർ, ഇവിടെ മിനിറ്റ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരേ യൂണിറ്റ് ആവണം. അപ്പോൾ നമുക്ക് മിനിറ്റിനെ മണിക്കൂറാക്കാം. മിനിറ്റിനെ എങ്ങനെ മണിക്കൂറാക്കാം? 60 കൊണ്ട് ഹരിക്കുക. മിനിറ്റിനെ കാരണം ഒരു മണിക്കൂർ പറഞ്ഞാൽ 60 മിനിറ്റാണ്. ഒരു മണിക്കൂർ 60 മിനിറ്റാണ്. അതുകൊണ്ട് മിനിറ്റിനെ മണിക്കൂറാക്കാൻ 60 കൊണ്ട് ഹരിക്കുക. 45/60. 5 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ 9 5 45 15 60. വീണ്ടും 3 കൊണ്ട് 39 39 43 12. അതായത് നമുക്കറിയാം 45 മിനിറ്റ് പറഞ്ഞാൽ 3/4 മണിക്കൂറാണ്. നമുക്കറിയാം അല്ലേ? 45 മിനിറ്റ് പറഞ്ഞാൽ 3/4 മണിക്കൂറാണ്. അപ്പോൾ ഈ 45 ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാം, 3/4 എഴുതാം. പക്ഷേ ഇവിടെ വേറെ പല സംഖ്യ ആകുമ്പോൾ അങ്ങനെ ചെയ്യാൻ നമുക്ക് അറിയണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് എന്താ? ഈ വേഗത സമയം അറിയാം. നമുക്ക് എന്താ കാണേണ്ടത്? ദൂരം കാണാനുള്ള സൂത്രമൊക്കെ എന്താ? ദൂരം സമം സമയം ഇൻറ്റു വേഗത. വില കൊടുക്കുക. സമയം എത്രയാണ്? 3/4 ഇൻറ്റു വേഗത എത്രയാണ്? 60
ഇത് പഠിച്ചെടുക്കാം നമുക്ക്. 15 4 60 അല്ലേ. അപ്പോൾ 3 × 15 45. ദൂരാണ്. ദൂരത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ ആണ്. ദൂരത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് കിലോമീറ്റർ. ഉത്തരം 45 കിലോമീറ്റർ. 800ന്റെ 22 1/2% കാണുക. 800ന്റെ 22 1/2% കാണണം. നമുക്ക് ശതമാനം കാണേണ്ടത് ഇവിടെ മിശ്ര ഭിന്നായിട്ട് തന്നിരിക്കുകയാണ്. ശതമാനം കാണേണ്ടത് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് മാത്രം ആദ്യം ചെയ്യുക. എത്രയാണ്? 22.5%. 22.5%. ശതമാനം കാണുന്നതിന് മുമ്പ് ഇതിനെ മാത്രം മാറ്റി എഴുതുക. 22 1/2 മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുക. 22 1/2 മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുമ്പോൾ 22 × 2 44 45/2. 22 × 2 44 45/2 മിക്സഡ് ഫ്രാക്ഷൻ മാറ്റി ഇനി ശതമാനം എഴുതുക. ശതമാനം പറഞ്ഞ അർത്ഥം 1/100 കൊണ്ട് ഗുണിക്കുക. ശതമാനം പറഞ്ഞാൽ 1/100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 45/2 ഇൻറ്റു ശതമാനത്തിന് പകരം 1/100 എന്നിട്ടു. അപ്പോൾ ഗുണിക്കുമ്പോൾ 45 × 1 45/2 × 100 200. അപ്പോൾ നമുക്ക് 22 1/2 ശതമാനം എന്ന് പറഞ്ഞാൽ എത്ര? 45/200. പിന്നെ ശതമാന ചിഹ്നത്തിന് ആവശ്യമില്ല. ശതമാനത്തിന് ചിഹ്നത്തിന് പകരം നമ്മൾ 1/100 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 22% കാണാൻ പറഞ്ഞാൽ 22.5% കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 45/200 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ എന്തിൻ്റെ കാണേണ്ടത്? 800ൻ്റെ അല്ലേ. 800 ഇൻറ്റു അതിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 45/200. 200 800 4 തവണ. 200 800 വെടിച്ചെടുക്കുമ്പോൾ 4 4 × 45 ഗുണിക്കുക. ഉത്തരം 180. 6.017 പ്ലസ് 0.617 പ്ലസ് 6.0017 ദശാംശ സംഖ്യകളുടെ കൂട്ടലാണ്. ദശാംശ സംഖ്യകളുടെ കൂട്ടലാണ്. അപ്പോൾ ഓരോ സംഖ്യയായിട്ട് അപ്പോൾ ആദ്യത്തെ ദശാംശ സംഖ്യ എഴുതി. എത്ര? 6.017. അടുത്ത ദശാംശ സംഖ്യ താഴെ എഴുതുക. അടുത്ത ദശാംശ സംഖ്യ താഴെ എഴുതുമ്പോൾ ദശാംശങ്ങൾ ഒരേ വരിയിലായിട്ട് വരണം. ദശാംശങ്ങൾ ഒരേ വരിയിൽ. അപ്പോൾ ദശാംശം ഇവിടെ വരണമെങ്കിൽ അല്ലേ, ദശാംശം ഒരു വരിയിൽ വരണം. അപ്പോൾ എന്താണ്? ഇവിടെ 0 ഇടുക. 0.617 നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഇതിന് താഴെ എഴുതുക. താഴെ എഴുതുമ്പോൾ വീണ്ടും ഈ പോയിന്റ് ഇതിന് താഴത്ത് വരണം അല്ലേ. ദശാംശം താഴെ വരണം. 6.0017. ഇവിടെ 6 ഇട്ടു. പിന്നെ 0017. ഇനി കൂട്ടുകയാണ് നമ്മൾ. കൂട്ടുമ്പോൾ ഈ 7ൻ്റെ മുകളിൽ ഒന്നുമില്ല. 7ൻ്റെ മുകളിൽ ഇവിടെ നിന്നും ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് 7 എന്ന് എഴുതുക. ഇതെല്ലാം കൂടി കൂട്ടുക. 1 7 8 8 7 15. ശിഷ്ടം 1 1 1 2 1 3. ഇവിടെ 6 പോയിന്റ്. ഇവിടെ കൂട്ടുമ്പോൾ 6 6 12. ഉത്തരം 12.6357. ഒരാൾ 784 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി. ഇതിൽ 12% GST ഉൾപ്പെടുന്നു. GST ചേർക്കുന്നതിന് മുൻപുള്ള വില കാണുക. നമ്മൾ സാധനം വാങ്ങിച്ചത് 784 രൂപയ്ക്കാണ്. പക്ഷേ അതിന് 784 രൂപ ഇല്ല, കുറവേ ഉള്ളൂ. പിന്നെ എന്താ 784 വരാൻ കാരണം? 12% GST കൂടി കൂട്ടിയിട്ട് ആ വസ്തുവിൻ്റെ വില എന്താണോ അതിൻ്റെ ടാക്സ് ഉൾപ്പെടെ 12% ടാക്സും കൂടി കൂട്ടിയിട്ടാണ് 784 വന്നിരുന്നത്. അപ്പോൾ ആ GST കൂട്ടുന്നതിന് മുമ്പുള്ള വില കാണണം. ടാക്സ് കൂട്ടുന്നതിന് മുമ്പുള്ള വില. നമുക്ക് GST ചേർക്കുന്നതിന് മുമ്പുള്ള വില X എന്ന് സങ്കല്പിക്കുക. GST ചേർക്കുന്നതിന് മുമ്പുള്ള വില X എന്നിട്ട് ഇൻറ്റു ഇട്ടിട്ട് എത്ര ശതമാനം GST എത്ര? 12%. GST പറഞ്ഞാൽ എന്താണെന്ന്? ടാക്സ് കൂടി കൂട്ടുകയാണ്. ടാക്സ് കൂടി കൂട്ടണം 12%. അപ്പോൾ 100ൻ്റെ കൂടെ 12 കൂട്ടുക. 112/100 എന്നിടുക. 12% ടാക്സ് കൂട്ടുകയാണ്. അതുകൊണ്ട് 100ൻ്റെ കൂടെ 12 കൂട്ടി 112/100. ഇതാണ് എന്ത്? ടാക്സ് ചേർക്കുന്നതിന് മുമ്പുള്ള വിലയാണ്. ടാക്സ് ചേർക്കുന്നതിന് മുമ്പുള്ള വിലയാണ് X. അതിൻ്റെ കൂടെ ടാക്സും കൂടി ചേർത്താൽ ആകെയുള്ള വില കിട്ടും. അത് നമുക്ക് എത്രയാണ്? 784. ഇതെങ്ങനെ X കാണുക? X സമം ഇവിടുത്തെ സമത്തിൻ്റെ വലതുവശത്തുള്ള എഴുതുക. എത്രയാണ്? 784. സമത്തിൻ്റെ വലതുവശത്തുള്ളത് ആദ്യം എഴുതി. ഇനി ഇൻറ്റു 112/100 അങ്ങോട്ട് കൊണ്ടുപോയി. ഇൻറ്റു 112/100 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഇൻറ്റു ഇട്ടിട്ട് റെസിപ്രോക്കൽ എഴുതുക. എന്തായി? 100/112 വിൽക്രം എഴുതി. നമുക്ക് കൃത്യമായിട്ട് 112നെ 7 കൊണ്ട് ഗുണിച്ചാൽ 784 കിട്ടും. 112നെ 7 കൊണ്ട് ഗുണിച്ചാൽ 784 കിട്ടും. അപ്പോൾ 8 ചുരുക്കി 7 7 × 100. ഉത്തരം 700 എന്ത്? GST ചേർക്കുന്നതിന് മുമ്പ് ആ സാധനത്തിൻ്റെ വില 700. 12% GST കൂടി കൂട്ടിയപ്പോഴാണ് അത് എത്രയും 784 ആയത്. റൂട്ട് ഓഫ് 625 25 ആയാൽ റൂട്ട് ഓഫ് 0.000006225/25 വില കാണുക. നമുക്ക് 620ൻ്റെ വർഗ്ഗമൂലം തന്നിട്ടുണ്ട്. 620ൻ്റെ റൂട്ട് 25. നമുക്ക് ഇതിൻ്റെ റൂട്ട് കാണണം. ഇതിൻ്റെ അർത്ഥം എന്താണ്? റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഭിന്നസംഖ്യ എടുക്കുകയാണ്. റൂട്ട് ചിഹ്നത്തിനകത്ത് ഭിന്നസംഖ്യ. അതിൻ്റെ അർത്ഥം എന്താ? അംശത്തിനും ഛേദത്തിനും റൂട്ട് കാണണം. ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും റൂട്ട് കാണണം. അപ്പോൾ റൂട്ട് ഓഫ് 0.123450625 ബൈ
√25. നമുക്ക് ഇതിൻ്റെ റൂട്ട് കാണണം. ഇതും നമ്മൾ എന്താ വ്യത്യാസം? ഇവിടെ ദശാംശം ഇല്ല, ഇതിൽ ദശാംശം ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇവിടെ ദശാംശം ഇല്ല, ഇതിൽ ദശാംശം ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ റൂട്ട് കാണുക. ഈ ദശാംശം ഒഴിവാക്കിയ സംഖ്യ എത്ര? 625. അതിൻ്റെ റൂട്ട് എത്ര? അത് നമുക്ക് തന്നത് 25. നമ്മളെന്ത് ചെയ്തു? ദശാംശം ഒഴിവാക്കി റൂട്ട് എഴുതി, അത് പോരാ, ഇനി ദശാംശം ഇതിൽ കാണിക്കണം. അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ദശാംശം കഴിഞ്ഞിട്ട് എത്ര ആക്കേണ്ടത് നോക്കുക. ദശാംശം കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 സ്ഥാനമുണ്ട്. അതിൻ്റെ പകുതി എടുക്കുക. റൂട്ട് കാണുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി. 8 പേരുടെ എത്ര? 4. എന്നിട്ട് ഇവിടെ നമ്മൾ എഴുതി 25 ഇല്ലേ, ഇതിൻ്റെ റൂട്ട് ഇവിടെ എഴുതിയല്ലോ. ഇതിൽ 4 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കണം. ഇവിടെ 4 സ്ഥാനം ഇടത്തോട്ട്. ഇവിടെ ആകെ 2 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2 0 ഇട്ടു. ഇപ്പോൾ 4 സ്ഥാനമായി. ഇവിടെ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 4 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട പോലെ. ഇപ്പോൾ 0.0025 റൂട്ട് നമുക്കറിയാം 5. 20 റൂട്ട് 5. ഇനി നമുക്ക് ഹരിച്ചാൽ മതി. ഹരിക്കാൻ എന്താ ചെയ്യുക? ഹരിക്കുമ്പോൾ ഇവിടെ ആദ്യം 0, അപ്പോൾ 5 0 പൂലല്ലോ, 0 ഇട്ടു. പിന്നെ വീണ്ടും 0 0 ഇട്ടു, 0 0 ഇട്ടു. പിന്നെ 2 പൂല, വീണ്ടും 0 ഇട്ടു. 25 ഉത്തരം 0.0005. ഒരു ക്യൂവിൽ രമേഷിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. പിന്നിൽ നിന്ന് 19ാം സ്ഥാനത്താണ് രമേഷ്. സുമേഷിനേക്കാൾ 5 റാങ്ക് പിന്നിലാണ് രാജേഷ്. രാജേഷിനേക്കാൾ 8 റാങ്കും സുമേഷിനേക്കാൾ 3 റാങ്കും മുന്നിലാണ് ആര്യ. മുന്നിൽ നിന്ന് 39ാം സ്ഥാനത്താണ് ആര്യ. ക്യൂവിൽ ആകെ എത്ര പേർ? അപ്പോൾ ഇതാണ് നമുക്ക് ക്യൂ എന്ന് വിചാരിക്കുക. ഇത് മുൻഭാഗം, ഇത് പിൻഭാഗം. ഇതിൽ രമേഷിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. അടുത്തത് പിന്നിൽ നിന്ന് 19ാം സ്ഥാനത്താണ് രമേഷ്. പിന്നിൽ നിന്ന് 19ആണ് രമേഷ്. പിന്നിൽ നിന്ന് നമുക്ക് ഇതാണ്, ഇവിടെയാണ് രമേഷ് എന്ന് സങ്കല്പിക്കുക. രമേഷ് ഇവിടുന്ന് 19ാം സ്ഥാനത്താണ്. ആര്? രമേഷ്. പിന്നെ രമേഷിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. രമേഷിനേക്കാൾ 13 റാങ്ക് മുന്നിൽ. അപ്പോൾ ഇതിനേക്കാൾ 13 റാങ്ക് മുമ്പിലാണ് ആര്? സുമേഷ്. അപ്പോൾ ഇതിനേക്കാൾ 13 റാങ്ക്. 19 3 22 10 32. 19ൻ്റെ കൂടെ 13 കൂട്ടിയ 32. അപ്പോൾ ഇവിടെ നമുക്ക് ആരെഴുതാം? സുമേഷ് എഴുതാം. സുമേഷ് എത്രാമതാണ്? 32. സുമേഷ് എത്രാമതാണ്? 32ാമതാണ്. പിന്നെ സുമേഷിനേക്കാൾ 5 റാങ്ക് പിന്നിലാണ് രാജേഷ്. സുമേഷിനേക്കാൾ 5 റാങ്ക് പിന്നിലാണ് രാജേഷ്. അപ്പോൾ ഇതിൽ നിന്ന് 5 കുറച്ചാൽ 27 വരും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമുക്ക് രാജേഷ് എന്ന് എഴുതാം. രാജേഷ് എത്രയാണ്? 5 റാങ്ക് പിന്നിൽ. 5 റാങ്ക് പിന്നിൽ പറഞ്ഞാൽ 32 5 കുറച്ചാൽ 27. രാജേഷ് 27ാമത്. പിന്നെ രാജേഷിനേക്കാൾ 8 റാങ്കും സുമേഷിനേക്കാൾ 3 റാങ്കും മുന്നിലാണ് ആര്യ. രാജേഷിനേക്കാൾ 8 റാങ്ക് മുന്നിൽ. അതായത് 28 35. 35 രാജേഷിനേക്കാൾ 8 റാങ്കും. അപ്പോൾ ആര്? ആര്യ. അപ്പോൾ 28 35. ഇവിടെ നമുക്ക് ആര്യ എന്നെഴുതാം. എന്താണ് ആര്യയെക്കുറിച്ച് പറഞ്ഞത്? രാജേഷിനേക്കാൾ 8 റാങ്ക് മുന്നിലാണ്. അപ്പോൾ 28 ഇവിടെ 35ആണ്. രാജേഷിനേക്കാൾ 8 റാങ്കും സുമേഷിനേക്കാൾ 3 റാങ്ക് മുന്നിലാണ്. ശരിയാണ്. സുമേഷ് 32 അല്ലേ, 3 കൂടുതലാണോ? 35ആണ്. ഇത്ര നമ്മൾ ചോദ്യം മുഴുവൻ ഇവിടെ അടയാളപ്പെടുത്തി. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. മുന്നിൽ നിന്ന് 39ാം സ്ഥാനത്താണ് ആര്യ. 39ാം സ്ഥാനത്ത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ആര്യ എത്രയേ? 39ാമതാണ്. ഇനി നമുക്ക് ഇവിടെ നോക്കൂ. ഈ ഭാഗം ഇവിടെ ഒഴിച്ച് ഇവിടെ വരെ ആര്യ ഉൾപ്പെടെ 39 പേരുണ്ട്. ഈ ഭാഗത്ത് ആര്യ ഉൾപ്പെടെ 39 പേരുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ ആര്യ എത്രാമതാണ്? 35ാമതാണ്. പക്ഷേ നമ്മൾ ആര്യയെ മുകൾ ഭാഗത്ത് ഉൾപ്പെടുത്തിയത് കൊണ്ട് ഇവിടെ ഉൾപ്പെടുത്തരുത്. അപ്പോൾ ഇവിടെ ആര്യ ഒഴികെ എത്ര പേരുണ്ട്? 34 പേരുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്ത് ആര്യ ഉൾപ്പെടെ 39, താഴ്ഭാഗത്ത് ആര്യ ഒഴികെ 34. അപ്പോൾ ക്യൂലാകെ ഇത് കൂട്ടുക. 9 4 13, 1 3 4 3 7. ഉത്തരം 73. തന്നിരിക്കുന്ന സംഖ്യകളെ അവരോഹണ ക്രമത്തിൽ എഴുതിയാൽ 3ാം സംഖ്യയുടെ 2ാം അക്കവും 2ാം സംഖ്യയുടെ 3ാം അക്കവും തമ്മിലുള്ള വ്യത്യാസം കാണുക. നമുക്ക് കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്. 724, 658, 492, 321, 878. ഇതിനെ ആദ്യം അവരോഹണ ക്രമത്തിൽ എഴുതണം. ഡിസെൻഡിങ് ഓർഡറിൽ, അതായത് വലിയ സംഖ്യ മുതൽക്ക് ചെറിയ സംഖ്യകൾ വരെ ക്രമത്തിൽ. അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ മുതൽക്ക് ചെറിയ സംഖ്യ വരെ ക്രമത്തിൽ എഴുതുക. അതാണ് അവരോഹണ ക്രമം, ഡിസെൻഡിങ് ഓർഡർ. ഇതിൽ ഏറ്റവും വലുത് ഏതാ? 878. അത് ആദ്യം എഴുതി. തൊട്ട് താഴെയുള്ളത് ഏതാ? 724. അപ്പോൾ ആദ്യം 878 എഴുതി, 724 എഴുതി. ഇനി ഏതാ? 658. ഇനി ഏതാ?
492. ഇനിയോ 321. നമ്മൾ എന്ത് ചെയ്തു? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതി, അതായത് അവരോഹണ ക്രമത്തിൽ എഴുതി, ഡിസെൻഡിങ് ഓർഡർ എഴുതി. ഇനി എന്താ ചോദ്യം? മൂന്നാം സംഖ്യയുടെ രണ്ടാം അക്കം. ഇതിൽ മൂന്നാം സംഖ്യ ഇതാണ്. അതിലത്തെ രണ്ടാമത്തെ അക്കം എന്താ? 5. മൂന്നാം സംഖ്യയുടെ രണ്ടാമത്തെ അക്കം 5. പിന്നെ രണ്ടാം സംഖ്യയുടെ മൂന്നാമത്തെ അക്കം എത്ര? 4. അപ്പോൾ അത് രണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. എന്ത്? മൂന്നാം സംഖ്യയുടെ രണ്ടാക്കം എഴുതി, രണ്ടാം സംഖ്യയുടെ മൂന്നാക്കം എഴുതി. ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 5 - 4 ഉത്തരം 1. 0.0036 ഇൻറ്റു 0.0064/0.000006 ഇൻറ്റു 0.0008. ദശാംശ സംഖ്യകളുടെ ഗുണനവും ഹരണവുമാണ്. നമ്മൾ ആദ്യം അംശത്തിൽ ആകെ എത്ര ദശാംശ സ്ഥാനമുണ്ട്? ന്യൂമറേറ്ററിൽ ആകെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5 സ്ഥാനം. ദശാംശം കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5 സ്ഥാനം. അതുപോലെ ഇവിടെ ദശാംശം കഴിഞ്ഞിട്ടോ 1, 2, 3, 4, 5, 6 സ്ഥാനം. ഇവിടെ ദശാംശം കേട്ട 5 സ്ഥാനം, ഇവിടെ ദശാംശം കേട്ട 6 സ്ഥാനം. ഈ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തമ്മിൽ കൂട്ടുക. 5 6 കൂട്ടിയ 11. അതായത് അംശത്തിലാകെ 11 ദശാംശ സ്ഥാനമുണ്ട്. ന്യൂമറേറ്ററിലാകെ 11 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. ഇതുപോലെ ഛേദത്തിൽ നോക്കുക. ഇവിടെ 1, 2, 3, 4, 5, 6, 7 സ്ഥാനമുണ്ട്. ഇവിടെ 1 ദശാംശം കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5 സ്ഥാനമുണ്ട്. 7 5 കൂടി കൂട്ടുക 12 വരും. അപ്പോൾ അംശത്തിലാകെ 11 സ്ഥാനം, ഛേദത്തിലാകെ 12 സ്ഥാനം. എവിടെയാണ് കൂടുതൽ? ഛേദത്തിലല്ലേ? അപ്പോൾ ഛേദത്തിലത്തെ ഡെസിമലാണ് കളയുക. ഛേദത്തിൽ ഡെസിമൽ കളഞ്ഞാൽ ഇവിടെ ഡെസിമൽ പോയാൽ എന്താവും? 6 ഇൻറ്റു ഇവിടെ ഡെസിമൽ കളഞ്ഞാൽ എന്ത് വരും? 8. ഡെസിമൽ കളഞ്ഞാൽ പിന്നെ പൂജ്യങ്ങൾക്കൊന്നും വരില്ല. 6 എന്ന് വന്നു. ഇൻറ്റു ഇവിടെയും പൂജ്യങ്ങളെല്ലാം പോയാൽ 8. അപ്പോൾ നമുക്ക് ഛേദം എഴുതി. എന്ത് ചെയ്തു? ദശാംശം കളഞ്ഞെഴുതി അല്ലേ? അപ്പോൾ ഛേദത്തിൽ എത്ര ദശാംശം കളഞ്ഞു? 12 സ്ഥാനം കളഞ്ഞു. ഈ ദശാംശം കളയുക പറഞ്ഞാൽ ദശാംശം വലത്തോട്ട് നീക്കുക എന്നർത്ഥം കേട്ടോ. ദശാംശം കളയുക, ദശാംശം പോകണമെങ്കിൽ വലത്തോട്ട് നീക്കണമല്ലോ. ഇടത്തോട്ട് നീക്കിയ ദശാംശം, അതായത് പൂജ്യങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ദശാംശം കളയുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദശാംശം വലത്തോട്ട് നീക്കുക. അപ്പോൾ ഇവിടെ ആകെ എത്ര സ്ഥാനം വലത്തോട്ട് നീക്കി? 12 സ്ഥാനം വലത്തോട്ട് നീക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പം മുകളിലും തുല്യമായി അതേ സ്ഥാനം നീക്കണം. ഛേദത്തിൽ എന്ത് ചെയ്തു? അത് തന്നെ അംശത്തിൽ ചെയ്യണം. അപ്പോൾ ഛേദത്തിൽ എത്ര സ്ഥാനം വലത്തോട്ട് നീക്കി? 12 സ്ഥാനം വലത്തോട്ട് നീക്കി. അംശത്തിലും 12 സ്ഥാനം നീക്കണം. പക്ഷെ അംശത്തിലാകെ 11 സ്ഥാനം എഴുതും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മുഴുവൻ പോവും. കാരണം 11 സ്ഥാനം നമുക്ക് കളയാം. ഒരു സ്ഥാനം കൂടി നീക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇവിടെ ഒരു 0 ചേർത്തിയാൽ മതി. കാരണം ഇവിടെ 12 സ്ഥാനം വലത്തോട്ട് നീക്കിയിട്ടുണ്ട്. ഇതിൽ വലത്തോട്ട് നീക്കാൻ 11 സ്ഥാനം ഉള്ളൂ. 1ൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു 0 നമ്മൾ ചേർക്കണം. അത് ഒന്നുകിൽ ഇവിടെ ചേർക്കുക അല്ലെങ്കിൽ ഇവിടെ ചേർക്കുക. അപ്പോൾ ഇവിടുത്തെ എന്ത് പോയി? ഡെസിമൽ മുഴുവൻ പോയിട്ട് എന്ത് വരും? 36 എന്ന് വരും. അതിൻ്റെ കൂടെ നമുക്ക് 0 ചേർക്കാം. അല്ലെങ്കിൽ ഇവിടെ ചേർത്താലും മതി. ഇവിടെ നമ്മൾ ചേർത്തു, ഒരു 0 ചേർത്തു. ഇൻറ്റു ഇവിടെ ദശാംശം കളഞ്ഞാൽ എന്ത് വരും? 64. അപ്പോൾ ഒന്നുകിൽ ഇവിടെ 36 ഇൻറ്റു 640 അല്ലെങ്കിൽ 360 ഇൻറ്റു 64. ഇനി നമുക്കിത് ചെയ്താൽ മതി. നമുക്കിത് ചെയ്യുമ്പോഴേ ഇവിടെ 6 6 36 ഒരു 0 അല്ലേ? ഇവിടെ 8 8 64. 60 ഇൻറ്റു 8 8 48 ഒരു 0. ഉത്തരം 480. റൂട്ട് ഓഫ് 0.01 ഇൻറ്റു റൂട്ട് ഓഫ് 0.0025. ആദ്യം നമുക്ക് റൂട്ട് ഓഫ് 0.01 കാണുക. ഇത് ദശാംശ സംഖ്യയാണ്. ദശാംശ സംഖ്യയുടെ റൂട്ട് എങ്ങനെയാണ് കാണുക? ദശാംശ സംഖ്യയുടെ റൂട്ട് കാണുമ്പോൾ ദശാംശം ഒഴിവാക്കിയിട്ട് സംഖ്യയുടെ മാത്രം റൂട്ട് കാണുക. ദശാംശം ഒഴിവാക്കുക. അപ്പോൾ സംഖ്യ എത്ര? 1. 1ൻ്റെ റൂട്ട് എത്ര? 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ മാത്രം റൂട്ട് കണ്ടുപിടിച്ചു. ഇതിൽ ദശാംശ സ്ഥാനം നമുക്ക് ഉണ്ടാക്കണം. ദശാംശ സ്ഥാനം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ചോദ്യത്തിൽ ഇതിൻ്റെ റൂട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൽ ദശാംശം കേട്ട് എത്ര അക്കണ്ടെന്ന് നോക്കുക. ദശാംശം കേട്ട് എത്ര അക്കണ്ട്? 2. അപ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം 2ആണ്. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി എടുക്കുക. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി 2ൻ്റെ പകുതി 1. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഈ എഴുതിയ ഒന്നില്ലേ, അതായത് 1ൻ്റെ റൂട്ട് 1 എഴുതിയിട്ടുണ്ട്. ഇതിൽ ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കുക. ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക. ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കുക പറയുമ്പോൾ എന്ത് വരും? 0.1 വരും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു. ഇതുപോലെ നമുക്ക് ഇത് ചെയ്യാം. എന്താ ചെയ്യുക? ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ റൂട്ട് കാണുക. ദശാംശം ഒഴിവാക്കി എന്ത് കിട്ടും? 25. 25 റൂട്ട് എത്രയാണ്? 5. ഇനി ഇവിടെ ചെയ്ത പോലെ ചെയ്യുക. എന്താ? ദശാംശം കഴിഞ്ഞിട്ട് എത്ര ഉണ്ട് അക്കമുണ്ട്? ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 2 അക്കം, അതിൻ്റെ പകുതി എടുത്തു. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്ക? 4 അക്കം. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം 4ആണ്. അതിൻ്റെ പകുതി എടുക്കുക. എത്രയാണ്? 2. എന്നിട്ട് ഇവിടെ നമ്മൾ 1 കിട്ടിയപ്പോൾ ഒരു സ്ഥാനം കിട്ടി നീക്കി. ഒരു സ്ഥാനം ഇവിടെ 2 ആണ്. അപ്പോൾ 2 സ്ഥാനം നീക്കണം.
നീക്കണം. 2 സ്ഥാനം നീക്കാൻ ഇവിടെ ഒരു സ്ഥാനമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 0 കൂടി ഇട്ട് അപ്പോൾ എന്തായി 2 സ്ഥാനമായി. ഇവിടെ പോയിന്റ് ഇടുക 0. ഇനി എന്ത് ചെയ്യണം? 0.1നെ 0.05 കൊണ്ട് ഗുണിക്കണം. എങ്ങനെ ഗുണിക്കുക? വീണ്ടും ദശാംശം ഒഴിവാക്കി സംഖ്യകൾ ഗുണിക്കുക. ദശാംശം ഒഴിവാക്കി സംഖ്യകൾ ഗുണിക്കുക. ദശാംശം ഒഴിവാക്കി ഇവിടെ എന്താണ്? 1. ഇവിടെ ദശാംശം ഒഴിവാക്കി എത്ര? 5. അപ്പോൾ 1 × 5 5. ഇനി ദശാംശം എങ്ങനെ ചെയ്യുക? ദശാംശം കേട്ട് എത്ര അക്കണ്ട് നോക്കുക. ദശാംശം കേട്ട് എത്ര അക്കണ്ട്? 1 അക്കം. ഇവിടെ ദശാംശം കേട്ട് എത്ര അക്കണ്ട്? 2 അക്കം. ഈ 1ഉം 2ഉം കൂടി കൂട്ടുക. 1 + 2 എത്ര വരും? 3. എന്നിട്ട് 3 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 3 സ്ഥാനം ഇടത്തോട്ട്. ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ. ഇപ്പോൾ 2 സ്ഥാനമായി, 3 സ്ഥാനമായി. 3 സ്ഥാനം ഇടത്തോട്ട് നീക്കുക പറഞ്ഞാൽ ഇവിടെ പോയിന്റ് ഇടുക, 0 ഇടുക. ഉത്തരം 0.005. 5 √5 1 എക്സെട്ര എന്ന ശ്രേണിയുടെ n-ാം പദം 1/625 ആയാൽ n-ന്റെ വില കാണുക. നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്, n-ാം പദം തന്നിട്ടുണ്ട്, n-ന്റെ വില കാണണം. നമുക്ക് ഇത് 2-ാം പദത്തിനെ ആദ്യ പദം കൊണ്ട് ഹരിക്കുക. 2-ാം പദത്തിനെ ആദ്യ പദം കൊണ്ട്. അപ്പോൾ T2/T1 √5/5. അപ്പോൾ √5/5 പകരം നമുക്ക് √5 × √5 ഇടാം. നമുക്കിതിൽ ഒരു √5 വെട്ടിപ്പോയാൽ 1/√5 കിട്ടും. T2/T1. ഇനി T3/T2 കാണുക. അതായത് 3-ാം പദത്തിനെ 2-ാം പദം കൊണ്ട് ഹരിക്കുക. അപ്പോൾ എന്ത് വരും? 1/√5. അപ്പോൾ ഈ T2/T1ഉം T3/T2ഉം ഒന്ന് തന്നെയാണ്, തുല്യമാണ്. അങ്ങനെ വന്നാൽ ഇത് GP ആണ്, അതായത് സമഗുണിത ശ്രേണി, ജോമെട്രിക് പ്രോഗ്രഷനാണ്. ജോമെട്രിക് പ്രോഗ്രഷൻ്റെ n-ാം പദം കാണാൻ സൂത്രവാക്യം Tn = A × r n-1. ഇത് n-ാം പദമാണ്, നമുക്ക് തന്നിട്ട് 1/625 A ആദ്യ പദമാണ്, എത്രയാണ്? 5 ആണ്. R എന്ന് പറയുന്നത് T2/T1. അത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 1/√5 n-1. ഇത് × 5 ഇങ്ങോട്ട് വരുമ്പോൾ /5 ആവും. × 5 ഇങ്ങോട്ട് വരുമ്പോൾ /5. അതായത് ഈ 5 625 കൊണ്ട് ഗുണിച്ചാൽ മതി. ഛേദത്തിൻ്റെ കൂട്ട് ഗുണിക്കുക. അപ്പോൾ 1/3125 ഇനി ഇവിടെ ഈ 1/√5 n-1 n-1 രണ്ടിനും ബാധകമാണ്, അംശത്തിനും ഛേദത്തിനും. അപ്പോൾ 1/(-1) n-1 1/3125 പറയുന്നത് 5/5 ആണ്. 5 തവണ കുടിച്ചാൽ 3125 കിട്ടും. സമം 1/(n-1). 1ൻ്റെ കൃതി എന്ത് വന്നാലും 1 ആണ്. 1ൻ്റെ കൃതി എന്ത് വന്നാലും 1/√5 n-1. ഇപ്പം നോക്കൂ, ഇതൊരു സമവാക്യമാണ്. സമവാക്യത്തിൽ അംശങ്ങൾ തുല്യമാണ്. അംശങ്ങൾ തുല്യമായ ഛേദങ്ങൾ തുല്യമാവും. അപ്പോൾ എന്തെഴുതാം നമുക്ക്? അതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഈ 5-ന് പകരം √5² ഇടാം. 5-ന് പകരം √5². √5² 5 ആണല്ലോ. പിന്നെ അതിൻ്റെ കൃതിയായിട്ട് ഒരു 5 കിട്ടും. സമം 1/√5 n-1. ഇത് A∪M∪n. എന്താ? A∪M × n. അപ്പോൾ 1/ഇട്ടു, √5 ഈ കൃതികൾ ഗുണിച്ചു. √5 10 സമം 1/√5 n-1. ഇനിയാണ് സമവാക്യമാണ്, അംശങ്ങൾ തുല്യമാണ്. അപ്പോൾ ഛേദങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ √5 10 സമം √5 n-1. ഇവിടെ പാദസംഖ്യകൾ തുല്യമാണ്. അപ്പോൾ കൃതികൾ തുല്യമായിരിക്കണം. 10 n-1, n സമം -1 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 10 + 1 11.